സൂറത്തുൽ ഫതഹിന്റെ അവസാനത്തിൽ കാണാം 21 കൊല്ലക്കാലത്തെ അതിതീക്ഷണമായ ത്യാഗസമ്പൂർണമായ ജീവിതത്തിന് ശേഷം മക്ക വിജയിച്ചു കിട്ടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദൗത്യത്തിൻ്റെ ആ അവസാന ഭാഗം അതിൻ്റെ വിജയം കാണുകയും ചെയ്ത സംഭവമാണ് സൂറത്തുൽ ഫതഹിൻ്റെ ആദ്യകാല ഭാഗങ്ങളിലുള്ള പരാമർശം. എന്നിട്ട് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിളവാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസ്രി സുജൂദ്. ഇതാണ് മുഹമ്മദ് നബി, ഇതാണ് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിൻ്റെ മാതൃക. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെ നോക്കൂ, അവരുടെ ആദർശ പ്രതിബദ്ധത, അവരുടെ വിശുദ്ധി. എന്നിട്ട് ദാലക മസലുഹും ഫി തൗറാത്ത് വമസലുഹും ഫിൽ ഇൻജീൽ, തൊട്ടു മുമ്പുള്ള ഖുർആനിൻ്റെ തൊട്ടു മുമ്പുള്ള വേദത്തിൽ, ഇൻജീലിൽ, ബൈബിളിൽ അവരെ പറ്റിയുള്ള ഉപമ പറഞ്ഞത് കസർഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗലല ഫസ്തവ അലാ സൂഖിഹി യുജിബു സുറാ ലിയഗീള ബിഹിമുൽ കുഫാർ. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത തലമുറ എന്ന ഡെമോ അള്ളാഹു അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. കസർഇൻ അഖ്റജ ശത്അഹു, ഒരു കൃഷി, അതിൻ്റെ മുളയിൽ നിന്ന് അത് വളർന്നു വന്ന് അതിൻ്റെ തണ്ടും കായും പൂവും ഇലയും പൂവും കുലകളുമായി അത് വളർന്നു വന്നിട്ട് അങ്ങേപ്പുറത്തെ കർഷകന്മാർ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നു. എന്തൊരു കായ്ഫലം, എന്തൊരു തണ്ട്, എന്തൊരു കരുത്ത്, എത്ര നല്ല പച്ചപ്പുള്ള ഇലകൾ, അവൻ്റെ കൃഷിയിടത്ത് മുളക്കുന്ന ആ മുളകൾ, അതിൻ്റെ ഉൽപ്പന്നം എന്തു നല്ല ഉൽപ്പന്നമാണെന്ന് മറ്റുള്ള കർഷകന്മാർ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു തലമുറയെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്തത് എന്നാണ് സഹോദരങ്ങളെ.